ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തന്നെ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുപോയി എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. മേ ബി ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കളങ്കാവൽ തന്നെ ആയിരിക്കും ഫിലിം ഇൻഡസ്ട്രി ഭരിക്കാൻ പോകുന്നത്. കുറേ ആളുകൾ ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റുകൾ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറിച്ചുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കളങ്കാവലിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഞാൻ അതിന്റെ ഫസ്റ്റ് ലുക്ക് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ടൈറ്റിലിന്റെ സംഭവം വന്ന സമയത്ത്. അപ്പൊ അതിന്റെ താഴെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റുകളിൽ ഒന്നാണ് കളങ്കാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്ത് മനസ്സിലാവുന്നില്ല തുടങ്ങിയിട്ടുള്ള കുറെ കമന്റുകൾ. ഈ കളങ്കാവൽ എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ലെന്ന് ആക്ച്വലി ഫസ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കളക്കാവൽ എന്നാണ് വായിച്ചത്. കാരണം അതിന്റെ പ്രധാന കാരണത്തിലൊന്ന് അത് വൈറ്റ് കളറിൽ അങ്ങനെ എഴുതിയപ്പോൾ എന്തോ അവിടെ എടുത്ത് കാണിക്കുന്നില്ല, പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവുമായിരുന്നു. ഒന്ന്. രണ്ട്, അതിനേക്കാളും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് ഒരു തമിഴ് രീതിയിലാണ്, അല്ലെ? ആ കായും ലങ്ക എന്ന് കൊടുത്തിരിക്കുന്നതൊക്കെ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ ഒരു തമിഴ് ഫീല് വരുന്നുണ്ട്, അല്ലെ? ഒരു തമിഴ് ടൈറ്റിൽ എഴുതിയത് പോലെ തോന്നുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കളങ്കാവൽ എന്ന് വായിക്കാം, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒറ്റ അടിക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് കളങ്കാവൽ എന്ന് വായിച്ചെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാമായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി അതിന്റെ ഫോണ്ട് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഒരു പക്ഷേ ഈ കളങ്കാവൽ എന്നുള്ളത് തമിഴ് എടുക്കാനുള്ള കാരണം ഒരു പക്ഷേ ഇതിന്റെ സ്റ്റോറിയിൽ എവിടെയെങ്കിലും ഒരു തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഥ വരുന്നുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ കളങ്കാവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അത് അമ്പലത്തിലൊക്കെ നടന്നു വന്നിരുന്ന എന്തോ ഒരു സംഭവമാണ്. അതൊരു ഉത്സവം പോലെ എന്തെങ്കിലും ആണോ, അതോ എന്തിന്റെയും പേരിൽ നടത്തുന്ന എന്തെങ്കിലും, നമ്മൾ പറയില്ല അതിനു വേണ്ടി നടത്തുന്ന വല്ല നേർച്ച പോലത്തെ എന്തെങ്കിലും സാധനമാണോന്ന് അറിയില്ല. അതിനെക്കുറിച്ച് അറിയുന്ന, കറക്റ്റ് ആയിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. എനിക്കും പേഴ്സണലി അത് എന്താണ് കറക്റ്റ് എന്ന് അറിയണമെന്നുണ്ട്. അത് ഹിന്ദു ആചാരമൊക്കെ ആയിട്ട് പണ്ട് കാലങ്ങളൊക്കെ കൂടുതലായിട്ടും ചെയ്തു വന്നിരുന്ന, ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു സംഭവമാണെന്നുള്ളത് അറിയാം. അതിനപ്പുറത്തേക്ക് എന്താന്നുള്ളത് അറിയില്ല. സോ അതൊന്ന് കമന്റിൽ ആരും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ മമ്മൂക്കന്റെ ഒരു സംഭവം ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടതാണ്. പക്ഷെ ഇതിന്റെ ഒരു കോമഡി എന്താ വെച്ചാൽ, ആക്ച്വലി ആദ്യം അത് വിനായകന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആയിരുന്നു. പിന്നെ അത് റിമൂവ് ചെയ്തു. അതിനുശേഷം പിന്നീട് മമ്മൂക്കേന്റെ ഈ ഒരു പോസ്റ്റർ വരിക ചെയ്തത്. ഞാൻ ഇത് നോക്കുന്ന സമയത്ത് വിനായകന്റെ പോസ്റ്റർ മമ്മൂട്ടി കമ്പനിയോ മമ്മൂട്ടിയോ ആരും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ സത്യത്തിൽ അത് അവർ ചെയ്തിട്ട് അപ്പൊ തന്നെ റിമൂവ് ചെയ്യുക ചെയ്തിട്ടില്ല. എന്താ കാരണം എന്നറിയില്ല. അത് റിപ്പോർട്ടർ ചാനൽ അടക്കം അതിന്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നു. അതിന്റെ കട്ട്സ് ഒന്നും ഇവിടെ വെക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടാന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ സംഭവം അവർക്കും എന്താ സംഗതി ഒന്നും അറിയില്ല. പക്ഷെ വിനായകന്റെ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഞാൻ ഇവിടെ കൊടുക്കാം. ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആദ്യം അവര് പുറത്ത് വിടുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യും, റിമൂവ് ചെയ്യും. അതിനുശേഷം ഒരു 6:15 കഴിഞ്ഞതിന് ശേഷം, ഏകദേശം 6:14 6:15 ശേഷം മമ്മൂക്കന്റെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ലുക്ക് പുറത്ത് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷെ എന്തെങ്കിലും അങ്ങോട്ട് ഒന്നെങ്കിൽ അവർ മാറിയിട്ടു, മമ്മൂക്കന്റെ ആദ്യം കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടാത്ത രീതിയിൽ വരിക, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ അല്ലാതെ ഒരുപക്ഷെ ആദ്യം ഫുൾ വർക്ക് ചെയ്ത് വെക്കാത്ത സാധനം മാറിയിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക്, ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അവർ പ്ലാൻ ചെയ്തിരുന്നത് വിനായകന്റെ പോസ്റ്റർ തന്നെ ആദ്യം വിടാനായിരുന്നു, അതിനുശേഷം മമ്മൂക്കന്റെ വിടാനായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും പോസ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി അല്ലാതെ ആര് എന്ന് ചോദിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മെഗാസ്റ്റാർ, ഇത്രയും വലിയൊരു നടൻ, മമ്മൂട്ടി കമ്പനി ഇറക്കിയുള്ള പടങ്ങളൊക്കെ ഹിറ്റ്, അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ സിനിമയിലെ പോസ്റ്ററിലെ പേര് നോക്കുകയാണെങ്കിൽ ആദ്യം വിനായകൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഫസ്റ്റ് ലുക്ക് റിയാക്ട് ചെയ്ത സമയത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. ഏത് നടനായിക്കോട്ടെ, അതിന് പകരം ഏത് നടനെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നത്. കാരണം മമ്മൂട്ടി കമ്പനിയാണ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ മമ്മൂട്ടി തന്നെയാണ്. ഇനി ആരാണെങ്കിലും അല്ലെങ്കിൽ മമ്മൂട്ടിന്റെ പടമാണ്, മമ്മൂട്ടി ഇൻ ആൻഡാസ് എന്ന് പറഞ്ഞിട്ടൊരു പേര് അവിടെ കൊടുക്കാം. അതിനപ്പുറത്തേക്ക് വിനായകൻ എന്നുള്ള പേര് ചേർക്കണം. എന്നാൽ പോലും വിനായകൻ ആദ്യം കൊടുത്ത് എന്നിട്ട് അപ്പുറത്ത് മമ്മൂട്ടി, അതൊരു മനസ്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നായകന്റെ പേര് ആദ്യം കൊടുക്കുക എന്നുള്ളത്, വില്ലന്റെ പിന്നെ മതി എന്നുള്ളൊരു ചിന്ത തന്നെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്നെ പോലെ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്കൊരു പക്ഷേ വേണമെങ്കിലോ അതിനിപ്പോ എന്താ പേര് ആര് കൊടുത്താൽ എന്താന്നുള്ളത് തള്ളിക്കളയാൻ വേണമെങ്കിൽ നമുക്കതിന് തള്ളിക്കളഞ്ഞ് അതിന് വേണ്ടി ശ്രമിക്കാം. പക്ഷെ അതൊരു വലിയ കാര്യമാണെന്ന് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എന്നോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും കമന്റിൽ രേഖപ്പെടുത്താം. തെറി വിളിക്കാതിരുന്നാൽ മതി. പക്ഷെ ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതൊരു സംഭവം തന്നെയാണ് മമ്മൂക്ക. അത് ആ മനസ്സിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കളങ്കാവലിലേക്കും ഈ ഇതിലേക്കും വരികയാണെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം,
പൊതുവെ പല ആളുകളും കമന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും അത് ശ്രദ്ധിച്ച് എടുത്തു പറയുന്നത്. മമ്മൂക്കേന്റെ മുഖത്ത് വന്നിട്ടുള്ള ഒരു ഭാവം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സാധനമാണ്. അത് പക്ഷേ അവർ പ്രൊജക്ട് ചെയ്തെടുത്ത് കാണിക്കുന്ന രീതിയിൽ ആ പോസ്റ്റിൽ ചെയ്തിട്ടില്ല എന്നൊരു കമന്റ് വന്നു. അതും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മമ്മൂക്കേന്റെ ആ ഭാവവും കാര്യങ്ങളും എടുത്ത് കാണിക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടി ഡാർക്ക് ആക്കി അവർ കാണിക്കാമായിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല. അതൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നേരെ നമുക്ക് വിനായകന്റെ പോസ്റ്റിലേക്ക് വരാണെങ്കിൽ എടുത്തു പറയത്തക്ക വിധം വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല. വിനായകന്റെ ഒരു ഷാഡോ പോലെ, എന്നാൽ ഷാഡോ അല്ലാത്ത നമ്മളൊരു എന്താ പറയുക ഓയിൽ പെയിന്റ് ചെയ്ത് വെച്ച പോലത്തെ രീതിയിൽ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ വിനായകൻ മമ്മൂട്ടി എന്ന് വിനായകൻ തന്നെയാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ദ വെനം ബിനീത് എന്നും കൊടുത്തിട്ടുണ്ട്. വെനം ബിനീത് എന്ന് പറഞ്ഞാൽ പിറകിൽ വിഷം എപ്പോഴും നമ്മുടെ തൊട്ട് പിറകിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് അത് വെനം ഓഫ്കോഴ്സ് അത് മമ്മൂക്ക് തന്നെ ആയിരിക്കും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം അമ്മാതിരി സാധനമാണ് അവര് പുറത്തിട്ടിരിക്കുന്നത്. എന്താ ഒരു സിഗരറ്റും വലിച്ച് കടിച്ച് പറിച്ച് ചമച്ച് അമ്മാതിരി രീതിയിൽ മമ്മൂക്ക് ഇരിക്കുന്ന സാധനം തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലെന്താ ഡൗട്ട്? വെനം പുള്ളി തന്നെ വിഷം, കൊടും വിഷം, കൊടിയ വിഷം. പിന്നെ എന്നോട് പല ആളുകളും പറഞ്ഞു ബ്രദർ മമ്മൂക്കന്റെ സൗന്ദര്യം സുന്ദരക്കുട്ടം എന്നൊക്കെ പറഞ്ഞ് അതിനെ ചെറുതാക്കാൻ ശ്രമിക്കല്ലേ, അത് എനിക്കതിലെ വില്ലൻ ലുക്ക് മാത്രമാണ്. സത്യമാണ്, അദ്ദേഹത്തിന്റെ വില്ലനിസം ആ ലുക്കിൽ ഉണ്ട്. അത് തന്നെയാണ് നിങ്ങൾ കണ്ടത്. ഹാറ്റ്സ് ഓഫ്. പക്ഷെ ഞാനത് പറയാൻ കാരണം ഈ ഒരു പക്ഷെ ഇപ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മറ്റൊന്ന് കമന്റ് കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അത് പ്രൊജക്ട് ചെയ്ത് അത്രമാത്രം എടുത്ത് കാണിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം. അത് ആ ഭാവം പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ സുന്ദരക്കുട്ടനെന്നോ മുടി ചീകിയതോ പൊളിച്ചു ഡ്രസ്സ് മാറ്റിയൊന്നുമൊക്കെ അപ്പുറത്തേക്ക് ആ ഭാവത്തിൽ നമ്മൾ നിന്നേനെ. ആ സാധനം മമ്മൂക്കി അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളുകൾ അതൊന്ന് പ്രൊജക്ട് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു ഓപ്ഷൻ കമന്റിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ ഞാനും അംഗീകരിക്കുന്നു. അത് ശരിയാണ് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഇതിന്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ഭ്രമയുഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൻ സിനിമയുടെ എന്താ പറയാ ഫസ്റ്റ് 1ാം വാർഷികമാണ്. ലണ്ടനിലെ ഫിലിം സ്കൂളിൽ ഇത് പഠന വിഷയമാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് നമുക്ക് എന്താ പറയാ അഭിമാനിക്കാനുള്ള സാധനമുണ്ട്. ഇതിന്റെ കഥയോ സംഭവങ്ങളോ അല്ല, ഇതിന്റെ കളർ ഗ്രേഡിങ്, ഇതിന്റെ സൗണ്ടിങ് ഒക്കെയാണ് അവർ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. സൗണ്ട് ഇഫക്റ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ടെന്ന് പറയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പോലും അത് യൂസ് ചെയ്യുന്ന വിധത്തിനെ കുറിച്ചൊക്കെ അവിടെ പഠന വിഷയമാക്കി എന്ന് പറഞ്ഞാൽ മമ്മൂക്കേന്റെ ഒരു ചിത്രം എന്നുള്ളത് ഓക്കെ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സൗണ്ട് ഇഫക്റ്റ് അവർ എടുത്തെന്ന് പറഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോ BGM ആണെങ്കിൽ നമ്മുടെ ക്രിസ്റ്റോ സേവിയർ ആണ്. അതുപോലെ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള പല ആളുകൾ, ഇതിന്റെ ഡയറക്ടർ തുടങ്ങിയിട്ടുള്ള എല്ലാവരും നമ്മൾ അനുമോദിക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. 2 ഒരു വർഷമായി ഫിലിം ഇറങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരു വർഷമായ പോലെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു ഫീൽ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. കാരണം വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു സാധനം നമ്മളെ ഇരുത്തി കാണിപ്പിക്കുക, എൻഗേജ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന സാധനം തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ എന്തായാലും ചെയ്തു വെച്ചേക്കണമെന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ചാത്തനാണ് തിരിച്ചറിയണത്, മുകളിലൂടെ നടക്കുന്നതും മമ്മൂക്കന്റെ ബോഡി കാണിച്ചു വെക്കുന്നതും, അപ്പൊ അത് ചാത്തനാണെന്ന് ഇവർ പറയണ സാധനവും, അത് സിദ്ധാർത്ഥ് ഭരതന്റെ ഒക്കെ അഭിനയം, അർജുൻ അശോകന്റെ അഭിനയം തുടങ്ങി അതിൽ ആ 3 കഥാപാത്രങ്ങൾ ഇത്ര നേരം നമ്മളിങ്ങനെ പിടിച്ചിരുത്തിയ സാധനം, ആ ഒരു ഫീൽ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോ ഒരു വർഷമായി എന്നുള്ളത് എനിക്ക് തോന്നണേ ഇല്ല. അപ്പൊ ഭ്രമേകം ഇറങ്ങി ഒരു വർഷമായപ്പോ ഇനി ഇതിന്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഭ്രമേകം ഇറങ്ങി കൃത്യം ഒരു വർഷമായ അതേ ദിവസമാണ് കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഈ ഫസ്റ്റ് ലുക്കും ഇവർ പുറത്തുവിട്ടിട്ടുള്ളത്. നായകന്റെയും വില്ലന്റെയും ഫസ്റ്റ് ലുക്ക്. ഒരു പക്ഷെ അവർക്ക് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് പുറത്തു വിടാമായിരുന്നു. പക്ഷെ ചെയ്തിട്ടില്ല. കാരണം അവർ ഈ ഒരു വർഷം തന്നെ കാത്തിരുന്ന് പ്രമേഹം ഒരു വർഷം ഓക്കെ അതിന്റെ കൂടെ ഇറക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അവിടെ മറ്റൊരു കോയിൻസിഡൻസ് ആണോ ഇനി മനഃപൂർവ്വം ചെയ്താണെന്ന് അറിയില്ല. പ്രമേഹത്തിലും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്, വില്ലനാണ്. ഇവിടെയും നെഗറ്റീവ് ഷെയ്ഡാണ്, വില്ലനാണ്. സോ അതും ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുണ്ട്. കാരണം പ്രമേഹത്തിൽ കണ്ട പോലെ ഒരു കൊടൂര വില്ലൻ, ഒരു അത്ര നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു സാധനം വീണ്ടും തിയേറ്ററിൽ കാണാൻ അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കാൻ മമ്മൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു സിഗരറ്റ് കടിച്ചു പൊട്ടിച്ച് അമ്മാതിരി റിയാക്ഷൻ വിട്ട് ഒരു ഫസ്റ്റ് ലുക്കിൽ നമ്മളെ ഞെണ്ടിച്ച പുള്ളിക്കാരൻ 2-2.5 മണിക്കൂറിലെ ചിത്രത്തിൽ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടാവും. അതറിയുള്ള ത്വര പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അല്ല, മനസ്സിലാവില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്നെക്കാൾ ഉപരി ഒരു പക്ഷെ അത് അത്രയും ഫീൽ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അപ്പുറത്തിരിക്കുന്നത്. കാരണം ഒന്നേ ഉള്ളൂ, അറിയാലോ, മമ്മൂട്ടിയാണ്.